എൻ്റെ പേര് ശശി. ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് റിട്ടയർ ചെയ്തതാണ് 2015. പിന്നെ എനിക്ക് 2023 ഒരു അറ്റാക്ക് വന്നു. ഉടനടി എന്നെ ദയ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കൂട്ടുകാരനും എൻ്റെ മകനും കൂടി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ എൻജിയോഗ്രാം ചെയ്യണം, എൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതിന് പ്രകാരം എൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ ദയ ഹോസ്പിറ്റലിലെ ഇക്ബാൽ സാറാണ്. അദ്ദേഹം ഉടനടി എൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ബ്ലോക്കുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലോക്ക് നോക്കി കണ്ടപ്പോൾ അത്യാവശ്യമായിട്ട് 2 മേജർ ബ്ലോക്കുകളുണ്ട്, അത് തീർക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ എൻജിയോപ്ലാസ്റ്റിക്ക് കൊണ്ടുപോയി ആ 2 സ്റ്റണ്ട് എനിക്ക് ഇട്ടു. ആ 2 സ്റ്റണ്ട് ഇട്ടൊരു 3 ദിവസം കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഈ ബ്ലൂ ലൈഫിൻ്റെ പ്രവർത്തകരായ രാജീവ് സാറും മണി സാറ് എന്നെ വന്ന് കണ്ടു. എന്നെ ശശിയേട്ട എന്ന് വിളിക്കുന്നത്. ശശിയേട്ട, നമ്മുടെ കമ്പനിയിൽ അമേസിങ് പ്രോഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കഴിക്കണം. അപ്പോൾ 15 ദിവസത്തിനകത്ത് റിവ്യൂ ചെല്ലാൻ വന്നത്. അപ്പോൾ ഞാൻ കഴിച്ചത് നമ്മുടെ കുർക്കിമീൻ, കാർഡിയോ സപ്പോർട്ട്, ക്രിൽ ഓയില്, സ്പെറുലിന, പിന്നെ ഹെർബൽ ടീ. ഇത് 3 നേരം ഞാൻ കഴിച്ചു. അതിൻ്റെ റിസൾട്ട് വളരെ അമേസിംഗ് ആയിരുന്നു. ഈ 15 ദിവസം കഴിഞ്ഞ് ഞാൻ റിവ്യൂവിന് ചെന്നു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടത് ഇപ്പോൾ 2 ചെയ്യാം, ഇനി 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടി വരും. അങ്ങനെ 15 ദിവസത്തെ നമ്മുടെ ഈ ഇംഗ്ലീഷ് മരുന്നും ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിച്ച് ഞാൻ ചെന്നു. അവർ പറഞ്ഞ റിസൾട്ട് ലാബ് റിപ്പോർട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ റിപ്പോർട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ എന്നെ അതിശയിച്ചു. അവരുടെ കണ്ണ് തള്ളിയതെന്ന് തന്നെ പറയാം. താങ്കളൊരു ലക്കി മാനാണ്. ഞാൻ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു റിസൾട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാർച്ച് 23-നാണ് 23 തുടങ്ങിയത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ യാതൊരു പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഞാൻ പാടത്ത് പറമ്പിൽ ഒക്കെ സാധാരണ പറഞ്ഞ ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ ചെയ്യുന്നത് ചിലർ തെറ്റിദ്ധരിക്കാം. കായികാധ്വാനം ചെയ്യുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് എൻ്റെ അനുഭവം. ഇതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് ലിവർ സിറോസിസ് വന്നു. ഞാൻ വെറ്റിനറി കോളേജിൽ നിന്ന് ഓഫീസ് സൂപ്രണ്ടായി ചെയ്യുന്ന വ്യക്തിയാണ് 23. അതിനുശേഷം എനിക്ക് വെച്ചാൽ വാദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വാദത്തിന് നമ്മൾ അമല ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ആൻ്റണി എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടിരുന്നു. ആ ഡോക്ടർ തന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്ന ഫാറ്റി ലിവർ അത് ലിവർ സിറോസിസിലേക്കായിട്ട് മാറി. അത് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്. കാരണം എൻ്റെ വയറ് വല്ലാതെ വലുതായി ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചത് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അത് ഫൈബ്രോ സ്കാൻ ചെയ്യാം. ഫൈബ്രോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് ലിവർ സിറോസിസ് ആയി. അപ്പോൾ ലിവർ സിറോസിന് നമ്മുടെ പ്രോഡക്റ്റ് ഡോക്ടർ പറഞ്ഞത് ആദ്യം വാദത്തിൻ്റെ ഗുളികകൾ നിർത്താം. അത് നിർത്തിയിട്ട് നമ്മുടെ രാജൻ സാറ് മണി സാറ് ഇവരൊക്കെ വന്നു നമ്മുടെ പ്രോഡക്റ്റുകൾ തന്നു. ഹസ്ബൻഡിനും അത് തന്നെ തന്ന പോലെ എനിക്കും ആ പ്രോഡക്റ്റ് കഴിച്ച് കുർക്കുമിൻ, ക്രിൽ ഓയില്, പിന്നെ ലിവർ ലീവ് സപ്പോർട്ട്, പിന്നെ നമ്മുടെ ആദ്യം തന്നെ ഡീറ്റോക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗുളികകളൊക്കെ ചെയ്തത്. പിന്നെ ഹെർബൽ ടീ ഇതൊക്കെ കഴിച്ചതോടുകൂടി ലിവർ സിറോസിസ് 3 മാസം കൊണ്ട് നോർമൽ സ്റ്റേജിലേക്ക് എത്തി. ഇപ്പം
ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം നല്ല അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. നമുക്ക് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ വെച്ച് എല്ലാവരും ഉപയോഗിക്കാം ഈ പ്രോഡക്റ്റുകൾ. നന്ദി.